ബദരീനാഥ് ദർശനം കഴിഞ്ഞു. ഇനി നമ്മൾ അവിടെ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള മാനാ ഗ്രാമത്തിലേക്കാണ്. പഞ്ചപാണ്ഡവർ സ്വർഗത്തിലേക്ക് നടന്നു കയറിയ പാത ഉള്ള ഗ്രാമം എന്ന തരത്തിലാണ് ഈ മാനാ ഗ്രാമത്തിന്റെ പ്രത്യേകത. ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. ഇന്ത്യയുടെ അവസാനത്തെ ഗ്രാമമെന്നറിയപ്പെടുന്ന മാനാ ഗ്രാമത്തിന്റെ താഴ്വാരത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഹിമാലയ ശൃംഗങ്ങളുടെ സൗന്ദര്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കാണുന്നത് സൈനിക കേന്ദ്രങ്ങളാണ്. ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തും സൈനിക കേന്ദ്രം, രജപുത് സേനയുടെ രജപുത് റെജിമെൻറ്റിൻ്റെ സൈനിക കേന്ദ്രമുണ്ട്. അപ്പോൾ ഇതുപോലെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. ഇബക്സ് ബ്രിഡ്ജ് എന്ന് പറയുന്ന മാന ഗ്രാമം, നമ്മൾ മാന ഗ്രാമത്തിലാണ് പോകുന്നത്. മാന ഗ്രാമം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ അവസാനത്തെ ഗ്രാമമാണ് മാനാ ഗ്രാമം. അത് ആ കാണുന്ന ആ മലനിരകൾക്ക് മുകളിലുള്ളതാണ് മാനാ ഗ്രാമം എന്ന് പറയുന്നത്. ഞങ്ങൾ അവിടെ പോകാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. അന്തരീക്ഷം എങ്ങനെയിരിക്കും എന്ന് നിശ്ചയമില്ല. എന്തായാലും ഉച്ചഭക്ഷണം കഴിച്ച് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. നമ്മൾ മാനാ ഗ്രാമത്തിലേക്ക് കയറുകയാണ്. എന്തായാലും യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മുടെ യാത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗ്രാമത്തിലേക്ക് ഒന്ന് പോകണമെന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നി. ബദരീനാഥിന്റെ ദർശനം കഴിഞ്ഞപ്പോൾ ഈ ഗ്രാമം കാണണം എന്ന ആഗ്രഹത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. എന്തായാലും ആ ഉത്തരാഖണ്ഡിലെ ഈ മാനാ ഗ്രാമം ഭാരതത്തിന്റെ അവസാന ഗ്രാമമെന്ന് ആണ് പൊതുവിൽ അറിയപ്പെടുന്നത്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3200 മീറ്റർ ഉയരത്തിലാണ് ഈ ഗ്രാമം. ഇന്ത്യയുടെ അവസാന ഗ്രാമമെന്ന് ഔദ്യോഗികമായി വിശേഷിക്കപ്പെട്ട ഗ്രാമം കൂടി തന്നെയാണ് മാനാ ഗ്രാമം. ഇന്ത്യ ചൈന അതിർത്തിയിൽ നിന്നും 24 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാനാ ഗ്രാമത്തിൽ എത്താമെന്നാണ് കണക്കോട്. ഞങ്ങളിപ്പോൾ എന്തായാലും ബദരീനാഥിൽ നിന്നാണ് എത്തിയത്. അവിടെ നിന്നുകൊണ്ട് 5 കിലോമീറ്റർ മാത്രമാണ് ബദരീനാഥിൽ നിന്നും ഈ മാനാ ഗ്രാമത്തിൽ എത്താനുള്ള ദൂരം ഉള്ളത്. ഈ ചായക്കട, ഇതൊരു ചെറിയ ചായക്കടയാണ്. ഈ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ ആൾക്കാർക്ക് വലിയ തിരക്കാണ്. ആ തിരക്കെന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്ത്യാസ് ഫസ്റ്റ് ടീ ഷോപ്പ്. അതായത് ടിബറ്റൻ ബോർഡറിലെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ടീ ഷോപ്പാണ്. ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ ലാസ്റ്റും, ഇന്ത്യയിലേക്ക് വരുമ്പോൾ ടിബറ്റൻ ബോർഡറിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഫസ്റ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആൾക്കാരെല്ലാം പടമെടുക്കാനും ആ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാനും ഒക്കെ വളരെ തിരക്കാണ്. ഇവിടെ നിന്നാൽ ഹിമാലയ സാനുക്കൾ കാണാം. ഇതിന്റെ മുകളിൽ കയറിയാൽ കുറച്ചും കൂടെ നല്ല ക്ലിയർ ആണ്. അതുകൂടെ ഞാൻ എടുക്കും. ഭാരതത്തിന്റെ ടിബറ്റൻ ബോർഡറിലേക്ക് പോകുന്ന ആ ഭാഗമാണ്. ടിബറ്റൻ ബോർഡറിലേക്ക് ആ കാണുന്നത് ബദരീനാഥ്. അതിന് തൊട്ട് മുമ്പ് സൈനിക താവളമാണ് ഈ കാണുന്നതൊക്കെ. ഇത് ഹിമാലയ സാനുക്കളുടെ വശ്യ സൗന്ദര്യം. ഈ ദൃശ്യങ്ങൾ വ്യാസഗുഹയുടെ സമീപത്ത് നിന്നും എടുത്തതാണ്. അവിടെ ദൂരെ നമുക്കൊരു പട്ടാള ക്യാമ്പും അവിടെ ഒരു എന്തു പറയാം, ഒരു ഇൻസ്പെക്ഷൻ കേന്ദ്രമൊക്കെയാണ് ഉള്ളത്. അതിലെ കടന്നു വരെ അവർ പരിശോധിച്ചിട്ടൊക്കെ വിടുള്ളതാണ് തോന്നുന്നത്. പക്ഷെ മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അതിൻ്റെ സൈഡിൽ കൂടി ഒരു വഴി ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്. അത് വളരെ പ്രസിദ്ധമായ ഒരു വഴിയാണ്. അതായത് സ്വർഗാരോഹണത്തിലേക്ക് പഞ്ചപാണ്ഡവന്മാർ നടന്നു പോയ വഴിയാണ് ഇതെന്നാണ്. സ്വർഗത്തിലേക്ക് അവരിങ്ങനെ കടന്നു പോയ വഴിയാണ്. ഈ വഴിയിൽ കൂടി കടന്നു പോകുമ്പോഴാണ് പഞ്ചപാണ്ഡവന്മാർ ഓരോരുത്തരായിട്ട് വഴിയിൽ വീണത്. അങ്ങനെ വളരെ പ്രശസ്തമായും എന്നാൽ നമ്മുടെ പുരാണ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് ഈ കാണുന്നത്.
സരസ്വതി നദിയുടെ ഉത്ഭവ കേന്ദ്രം. സരസ്വതി നദിയുടെ ഉത്ഭവ കേന്ദ്രം. ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകുന്ന ഈ സരസ്വതി നദിയെ നമുക്കിവിടെ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഈ ഉത്ഭവ കേന്ദ്രത്തിൽ മാനാഗ്രാമത്തിലെ ഈ പഞ്ചപാണ്ഡവർ സ്വർഗാരോഹണത്തിനായിട്ട് പോയ ഈ ഭാഗത്തുള്ള ഈ പ്രദേശത്ത് മാത്രമാണ് ഈ സരസ്വതി നദി നമുക്ക് കാണാൻ കഴിയുന്നത്, പുറമേ ഒഴുകിപ്പോകുന്നത്. അത് കഴിഞ്ഞാൽ അത് ഭൂമിക്കടിയിലേക്കാണ് താന്ന് ഭൂമിക്കടിയിൽ കൂടിയാണ് ഇപ്പോൾ സരസ്വതി നദി ഒഴുകുന്നത് എന്നാണ് നിഗമനം. എന്തായാലും നമ്മുടെ ആ സരസ്വതി നദിയെ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഈ പ്രദേശത്ത് മാത്രമാണ്. അതിന് ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് മാത്രമാണ്. സരസ്വതി നദിയുടെ ഉത്ഭവ കേന്ദ്രമാണ് നമ്മൾ ദൂരെ കാണുന്നത്. അതിൻ്റെ മുകളിൽ ഒരു റോഡ് പോയിട്ടുണ്ട്. അത് പട്ടാളക്കാർക്ക് മാത്രം ഉപയോഗിക്കാൻ ടിബറ്റൻ ഏരിയയിലേക്ക് അതിർത്തിയിലേക്ക് പോകാനുള്ള റോഡാണ് ഇത്. സരസ്വതി നദിയുടെ ഉത്ഭവ കേന്ദ്രം. സരസ്വതി നദിയുടെ ഉത്ഭവ കേന്ദ്രം അവിടെ നിന്നും ഇതാ ലെഫ്റ്റിലേക്ക് ഈ കാണുന്നത് റോഡ് ഉണ്ട്. ആ റോഡ് എന്ന് പറയുന്നത് പഞ്ചപാണ്ഡവന്മാർ സ്വർഗാരോഹണത്തിന് പോയ വഴിയാണ്. ആ വഴി അങ്ങോട്ട് നേരത്തെ ഞാൻ കാണിച്ചതാണ്. അത് അങ്ങോട്ട് പോയ വഴിയാണ്. ഇവിടെ നിന്ന് ഞാനൊരു 360 ഡിഗ്രി ഒരു വിഷൻ ഞാനൊന്ന് ഒപ്പിയെടുക്കാൻ ശ്രമിക്കുകയാണ്. നദി ഒഴുകുന്നതിൻ്റെ ശീൽക്കാര ശബ്ദമാണ് നമ്മൾ ഈ കേൾക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പഞ്ചപാണ്ഡവർ സ്വർഗാരോഹണത്തിന് പോയ പാത ഇവിടെയാണെന്ന്. ആ പാതയുടെ തുടക്കത്തിലെ ഒരു ആർച്ച്, ഒരു പ്രവേശന കവാടമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നിന്ന് അന്ന് പാണ്ഡവർ യാത്ര പോകുമ്പോൾ ഇവിടെയൊന്നും ഇങ്ങനെ ഒരു പ്രവേശന കവാടമോ ആർച്ചോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറും കാട്, ഇതിനേക്കാളും കാടും പിടിച്ച പ്രദേശമായിരുന്നു. സരസ്വതി നദി വളരെ കുറച്ചും കൂടി വ്യക്തമായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന പ്രദേശമായിരുന്നു. മാത്രമല്ല ഇതിനേക്കാളും ഉയർന്ന പ്രദേശമായിരുന്നു. നമ്മൾ ഈ കണ്ട സരസ്വതി നദിയുടെ തൊട്ടടുത്ത് കണ്ട വലിയൊരു ഭീമൻ പാറയുണ്ട്. ആ പാറ ഒക്കെ വളരെ മുകളിലായിരുന്നു. എന്തായാലും ഇവിടെ അവരുടെ ഗ്രാമങ്ങൾ, ഈ ഗ്രാമങ്ങളിലെ ഇവിടെ കൈ നെയ്ത്ത് ഗ്രാമങ്ങളാണ്. ഈ ഗ്രാമത്തിലെ ജീവിതം ഇത്തരത്തിലുള്ള നെയ്ത്ത് തുണികൾ, കൈകൊണ്ട് നെയ്ത്ത് തുണികൾ കൊണ്ടുള്ള വരുമാനം കൊണ്ട് തന്നെയാണ് ഈ ഗ്രാമം കഴിഞ്ഞു പോകുന്നത്. ഇത് കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്കത് അവിടെ യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.